സംസ്കാരമുണ്ട്, അത് അന്യം വന്നു പോവുക. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതിനൊന്നും ആരും ബോധേഡല്ല. ഇപ്പോൾ കുട്ടികൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ മൈൻഡ് സെറ്റ് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാജ്യം വിട്ടുപോവുക, വേറെ സ്ഥലത്ത് ജോലിക്ക് കയറുക എന്നുള്ളതല്ലാണ്ട് നമ്മുടെ രാജ്യം നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കണം എന്നോ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം ഫോളോ ചെയ്ത് അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ ടോട്ടലി ഡിഫറൻറ്റാണ്. അപ്പോൾ അതിലേക്ക് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഓരോ പാരൻസിൻ്റെയും വലിയൊരു ഉത്തരവാദിത്തമാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ കാണേണ്ടത്. ഞാൻ അതിൽ പറഞ്ഞില്ലേ, ഞാനത് എൻ്റെ ജീവിതത്തിൽ വളരെയധികം കൃത്യമായിട്ട് അത് നടപ്പിലാക്കിയ ഒരാളായതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും. എനിക്ക് എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് തന്നെ വേണമെന്നുണ്ട്. നമ്മൾ ആ ക്ലോസ്ഡ് നെറ്റ് ഫാമിലിയിൽ നിന്ന് കുട്ടികളായാലും അവരുടെ മക്കളാണെങ്കിലും ഒക്കെ വളരെ അടുത്ത് തന്നെ, ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയാണ് എല്ലാവരും വീട് വെച്ചിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം സ്ഥാപനത്തിൽ തന്നെ അവരെയൊക്കെ ജോലിക്ക്, അവർക്ക് വേറെ പുറത്തേക്ക് പോകാനുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ സ്ഥാപനത്തിന് ഇപ്പോൾ അവർക്ക് പുറത്തേക്ക് പോയാൽ UK ഇപ്പോൾ കാനഡയിലൊക്കെ പോണ പോലുള്ള രീതിയല്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഫാമിലിനെ അവരെ പിടിച്ചു നിർത്തുക, നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ അവർ നിൽക്കുക. നമ്മൾ തുടങ്ങിയിട്ടൊരു വ്യവസായ സ്ഥാപനമുണ്ട്, അതിൽ കൂടുതൽ ആൾക്കാരെ തൊഴിൽ കൊടുക്കുക. അപ്പോൾ അതിന് സഹായകരമായിട്ട് നമ്മുടെ കുടുംബം, നമ്മുടെ ഫാമിലി, നമ്മുടെ കുട്ടികൾ തന്നെ ഓരോ ഇതിൽ നമ്മൾ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് പോവുകയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇവിടെ നമ്മുടെ സംസ്കാരം അന്യം വന്ന് പോവാതിരിക്കാനും നമ്മുടെ രാജ്യം പുരോഗതിയിലേക്ക് വരാനും നമുക്ക് ഇവിടെ നാട്ടിൽ തന്നെ നമ്മൾ പലർക്കും ഞാൻ പറഞ്ഞ ജോലി എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടും തന്നെയാണ്. എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ ജോലി എന്നുള്ളത് വിട്ടിട്ട് നമ്മൾ ഇവിടെ തന്നെ എന്തെങ്കിലും സംരംഭം തുടങ്ങാനുമുള്ള ഒരു ഇത് കൂടിയാണ് എനിക്ക് പ്രാധാന്യം കൊടുത്തു വേണം നമ്മൾ പോകാനായിട്ട്. എന്നാലേ നമ്മുടെ രാജ്യത്ത് ഒരു പുരോഗതി ഉണ്ടാവുള്ളൂ. നമ്മുടെ നാട്ടിൽ നമ്മുടെ വരും തലമുറയ്ക്കും അത് ഒരു നേട്ടമാക്കിയിട്ട് എത്തിക്കാനും കൂടി വേണ്ടിയിട്ട് നമ്മൾ പാരൻസ് ആ ഒരു രീതിയിൽ പോകണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. നമ്മളൊരു ജോലി വിട്ട് നമ്മൾ കുറച്ച് കാശ് കൂടുതൽ കിട്ടും, കാനഡയിലോ UK അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ US ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, പക്ഷെ അതിനെ വിട്ട് നമ്മുടെ രാജ്യം നാളെ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 10-20 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും നമ്പർ 1 പവറായി മാറുന്നത് തന്നെയാണ് ഇപ്പോഴും ഞാനടക്കം എനിക്ക് നല്ല പൂർണ്ണ വിശ്വാസമുണ്ട്. പോക്ക് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ നമ്മുടെ കുട്ടികളെ പിടിച്ചു നിർത്താനും നമ്മൾ ഇവിടെ തന്നെ അവർ പറ്റിയ ജോലി അല്ലാണ്ട് സംരംഭകരായിട്ട് തുടങ്ങാനും നമ്മൾ പാരൻസ് തന്നെ ഇപ്പോഴേ ചെറുപ്പത്തിലെ തന്നെ ആ ഒരു ബോധം, നമ്മുടെ സംസ്കാരമാണ്, നമ്മുടെ രാജ്യമാണെന്നുള്ള ആ രാജ്യസ്നേഹവും നമ്മൾ ഇവരിൽ കൊടുത്ത് നമ്മളെ ഇവിടെ തന്നെ നിർത്തി ഇവരിൽ കൊണ്ട് നമ്മുടെ രാജ്യത്തിലേക്ക് അടുത്ത തലമുറയാക്കി മാറ്റി നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് എല്ലാ പാരൻസും ശ്രമിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വേറെ പ്രത്യേകിച്ച് ഒന്നും ഇതില്ല. എനിക്ക് തോന്നുന്നത് അതിന് നമ്മുടെ കുറേ സംഘടനകൾ അതിന് കൂടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ HEF ഒക്കെ അതിൻ്റെ ഒരു വലിയൊരു ഭാഗമായിട്ട് അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നതാണ്. എല്ലാ കാര്യത്തിലും സപ്പോർട്ടോ ഒക്കെ കൊടുക്കാനും അങ്ങോട്ടും കൂടെ അന്യോന്യം എന്നുള്ള കുറച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, പുറം രാജ്യത്തു നിന്നുള്ള പല ഭീഷണികളും നമ്മൾ നേരിടുന്ന സമയത്ത് നമ്മളിവിടെ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളതും കൂടി നമ്മൾ ഉള്ളിൽ കാണണം. ഓക്കെ, വേറെ ഒന്നും